ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വേരിയൻ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. റിറ്റെയിൽ ഡയറി സോഫ്റ്റ്വെയറിൽ എങ്ങനെയാണ് വേരിയൻറ്റ്സ് ആഡ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ആഡ് പ്രൊഡക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആഡ് പ്രൊഡക്റ്റ്, ദെൻ ന്യൂ റെക്കോർഡ്, ലെഗിൻസ് ആഡ് ചെയ്യുവാണ്. ഗാർമെന്റ്സ് കാറ്റഗറിയിൽ ആഡ് ചെയ്യുവാണ്. ഗാർമെന്റ്സ് സെലക്ട് ചെയ്തു. ഗാർമെന്റ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് പ്രൈസ് എത്രയാണെന്ന് കൊടുത്തു, 200. ഡിസ്കൗണ്ട് ഇല്ല, 12%. ആൻഡ് പീസസ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 15, MRP 500. ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുവാണ്. ഇപ്പോൾ ഒരു ലെഗിൻസ് ആഡ് ചെയ്തു. ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സ് എന്തെങ്കിൽ അവൈലബിൾ ആണ്. സോ അതിന് വേണ്ടിയിട്ട് വേരിയൻ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിഫറെൻറ്റ് വേരിയൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് വേരിയൻറ്റ്. സോ വേരിയൻറ്റിൽ ക്ലിക്ക് ചെയ്തു. ടോട്ടൽ 15 എന്നാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ 5 എണ്ണം യെല്ലോ കളറാണ്. സെയിം പ്രൈസ് തന്നെയാണ്. പ്രൈസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ സെയിം പ്രൈസ് ആഡ് ചെയ്യാം. ദെൻ എൻ്റർ കൊടുക്കുക. ദെൻ എത്ര ക്വാണ്ടിറ്റി ആണോ അതിലുള്ളത് ഓക്കെ. ദെൻ വേരിയൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. സക്സസ്. ഇത് നോക്കൂ, ഇപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ലെഗിങ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഡിഫറെൻറ്റ് പാർട്ട് നമ്പറിൽ ഡിഫറെൻറ്റ് ആയിട്ടുള്ള ലെഗിങ്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു ലെഗിങ്സ് ആഡ് ചെയ്തിട്ട് അതിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കളേഴ്സ് അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് സൈസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.